അരിയാട്ടാൻ പോണം. അതിനകത്ത് വെച്ചിട്ടുണ്ട്. ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഈ അരിയാട്ടുന്നത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തിനാണ് ഈ കൊച്ചി ഈ അരിയാട്ടുന്ന വീഡിയോ ഒക്കെ കാണിക്കുന്നതെന്ന് ചോദിക്കും. പക്ഷെ എൻ്റെ മാമച്ചിയുടെ വീട് കോൺക്രീറ്റ് ആണ്, നാളെയാണ് കോൺക്രീറ്റ്. അപ്പം വീട്ടിലാണ് എല്ലാ ഫുഡും ഉണ്ടാക്കുന്നത്. അപ്പോഴേ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡലി സാമ്പാറുമാണ്. അതിന് ഇഡലിയുടെ മാവ് ഞാനാണ് അരച്ചുകൊണ്ട് ചെല്ലാന്ന് പറഞ്ഞത്. അതിനുള്ള തയ്യാറെടുപ്പാണ്. കൊണ്ടുപോകാനായിട്ട് കുറച്ച് കരിവേപ്പില എടുക്കണം. ഞാൻ കുറച്ച് കരിവേപ്പില പിടിക്കണേ. അപ്പോൾ കരിവേപ്പില പറിച്ചു. അപ്പൊ ചാരു ഒരുങ്ങാൻ പോവാണ്. ചാരുന്റെ മേക്കപ്പ് എങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പൊ നമ്മള് ഫസ്റ്റ് എടുത്തേക്കണ ഒരു ബോഡി ലോഷൻ ആണ് കേട്ടോ. ബോഡി ലോഷൻ ഞാനും ചാരും റെഡിയായി. എൻ്റെ അനിയന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അവൻ വന്നാൽ ഉടനെ ഞങ്ങൾ പോവും. അപ്പോൾ ഞങ്ങൾ ഇറങ്ങി. ചാരുവിൻ്റെ മുഖത്ത് സന്തോഷം കണ്ട എൻ്റെ അനിയനെ കണ്ടിട്ടാണ് അവൻ വന്നിനി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവാണ്. ഗൈസ്, അങ്ങനെ ഞാൻ വീട്ടിലെത്തിയിരിക്കുകയാണ്. മാവെല്ലാം കൊണ്ടുവന്ന് അമ്മയും വല്യമ്മയൊക്കെ ഏൽപ്പിച്ചു. പവിഴം ഒരു സാധനം വാങ്ങിച്ചോണ്ട് ഓടി. ഇതാ തല വെളി കാണിക്കൂല പവിഴം. കുഞ്ഞുണ്ണിയെ കാണിക്കരുതെന്ന് കുഞ്ഞുണ്ണി ഓർഡർ ഇട്ടിട്ടുണ്ട്. അപ്പം അകത്ത് ഇറക്കിയോ. ഇതെന്റെ വല്യമ്മയുടെ വീട്ടിൽ കായ്ച്ച മാങ്ങയാണ് ഗായ്സ്. ഓ, അതാണ് വല്യമ്മ. കണ്ടോ ഗായ്സ്, വർഷങ്ങളായി കായ്ക്കാത്ത മാവ് കായ്ച്ചതാണ്. വല്യമ്മ ചക്കയപ്പൊക്കെ ഉണ്ടായിക്കൊണ്ടുവന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു. രാവിലെ ഉണ്ടാക്കിയ ചക്കവാടി പൊളി. ഞാൻ രണ്ടെണ്ണം ചൂടോടെ. വല്യമ്മ തന്നെയാണ് മാങ്ങയും ചെത്തി തന്നത്. ഒരു മാങ്ങ ചെത്തിയപ്പോ തന്നെ ഒരു പാത്രം നിറച്ചുണ്ടായിരുന്നു. അടിപൊളി മാങ്ങയായിരുന്നു, ഒരു രക്ഷയില്ല. മാങ്ങ സൂപ്പറാണ്. സൂപ്പർ മാങ്ങ, നല്ല ടേസ്റ്റ്. ജ്യൂസ് ഉണ്ടാക്കാൻ, മാമ്പഴ പുളിശ്ശേരി വയ്ക്കാനും ഇത് കൊള്ളാം. നല്ല ടേസ്റ്റ് ആണ്. ഐസ്ക്രീം ഉണ്ടാക്കാം. മുറ്റത്തെ അടുപ്പെല്ലാം ശരിയാക്കിയാണ്. ഇതെന്റെ കല്യാണത്തിന് ഉണ്ടാക്കിയ അടുപ്പാണ്. അതിൽ നിറയെ മണ്ണ് വന്ന് നിറഞ്ഞുപോയി. വല്യമ്മ മണ്ണെല്ലാം വൃത്തിയാക്കി അടുപ്പെല്ലാം സെറ്റാക്കി. നാളത്തെ വിഭവങ്ങൾ പറയുന്നുണ്ട്. മരിച്ചീനി, ചോറ്, ചിക്കൻ കറി, പുളിശ്ശേരി, പുറത്തിച്ചക്ക പുളിശ്ശേരി, സലാഡ്. രാവിലെ ഇഡലി സാമ്പാർ, പിന്നെ പഴങ്കഞ്ഞി ഉള്ളവർക്ക് പഴങ്കഞ്ഞി. ചാരുവിന് കളിക്കാൻ ഫ്രണ്ട്സിന് കിട്ടി. ഇനി ആരും വേണ്ട, അവരുടെ കളിച്ചോളും. എൻ്റെ വീട്ടിന്റെ തൊട്ടപ്പുറത്തുള്ള കുഞ്ഞുവാവയാണത്. അവനോട് കളിക്കാൻ ചാരുവിന് ഭയങ്കര ഇഷ്ടമാണ്. അവന്റെ ചേട്ടനാണിത്. ഇനി ചാരു അവരോട് തന്നെ നടന്നോളും. കൊതുകിന്റെ ശല്യം സഹിക്കാൻ വയ്യാതെ വല്യമ്മ അവിടെ തീയിട്ട് കുറെ നേരം പുകച്ച്. പിന്നെ അടുപ്പിൽ കുറെ ചാമ്പലം കിട്ടി. ചാരു ആ വിളയെല്ലാം നുള്ളിപ്പറക്കി നടന്ന് കളിക്കായിരുന്നു. നാളത്തേക്കുള്ള പച്ചക്കറി അരിയാണ്. സാമ്പാർ മാത്രം. ഈ ക്യാരറ്റ് നല്ലതാണ്, കണ്ണിന് നല്ല കാഴ്ച കിട്ടും. അപ്പം ക്യാരറ്റ് എല്ലാവരും തിന്നേണ്ടതാണ്. കണ്ണിന് വയസ്സായവർക്ക്, കണ്ണിന് കാഴ്ചയുള്ളവർക്ക് ഇത് ഒരുപാട് തിന്നേണ്ടതാണ്. സൂപ്പറാണ്, നല്ല മധുരമൊക്കെയാണ്. കുഴപ്പമില്ല. ചെറിയ ഷുഗറേ ഉള്ളൂ, തിന്നും. ചെറിയ ഷുഗറേ ഉള്ളൂ. രാവിലെ എണീറ്റ് വന്നപ്പോഴത്തേക്കും അമ്മയും വല്യമ്മയും കൂടെ എല്ലാം ആക്കി. ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ പോയിട്ട് ഞാനും പവിഴും സുഖമായിട്ടാ. പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു. കാപ്പി എല്ലാം പാത്രത്തിലാക്കി. ഞാനും എൻ്റെ അനിയനും കൂടിയാണ് അത് വീട്ടിൽ കൊണ്ട് കൊടുത്തത്. ഫുഡെല്ലാം റെഡിയായി. ഞങ്ങൾ എല്ലാവരും കൂടെ തന്നെയാണ് കൊണ്ടുപോയത്. കുറച്ച് ദൂരം നടക്കാനുണ്ടായിരുന്നു.
സനലേട്ടൻ ചിക്കൻ കറിയും കൊണ്ടുപോയി. ചൂട് ചിക്കൻ കറി ആയതുകൊണ്ട് ബൈക്കിൽ അവർ കൊണ്ടുപോകാന്ന് പറഞ്ഞു. ആ പിങ്ക് കളർ ഷർട്ട് ഇട്ടിരിക്കുന്നതാണ് എൻ്റെ മാമച്ചി. കോൺക്രീറ്റ് ഒക്കെ കഴിഞ്ഞ് ആ മെഷീൻ എല്ലാം വൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. അമ്മ എല്ലാം നോക്കി മഴ പെയ്യല്ലേ മഴ പെയ്യല്ലേ എന്ന് പ്രാർത്ഥിച്ചാണ് എൻ്റെ മാമച്ചി. മാമച്ചിയുടെ വീടാണ് വാർക്കണത്. നല്ല പോലെ കൊണ്ടുവന്ന മഴയത്തിട്ട് ഇങ്ങനെ ആയി പോയതാണ്. അല്ലെ ബ്ലാക്കായിരുന്നു ഞാൻ കൊണ്ടുവന്നപ്പോ. കുട്ടാപ്പ് എടുത്തോണ്ട് പോയാ നീ എന്താണ് ഉദ്ദേശിച്ചത്? ഇതെല്ലാം എൻ്റെ മാമച്ചി നട്ടുപിടിപ്പിച്ചിട്ടിരിക്കുന്നതാണ്. കേസരി, ഒരുപാട് ചെടികൾ മരങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ ഒന്ന് നമുക്ക് വീഡിയോ എടുക്കാനുള്ള സാഹചര്യം അല്ലായിരുന്നു. അവർക്ക് ഫുഡൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പണിക്കാരെല്ലാം ഇരുന്ന് ആഹാരം കഴിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ കൊടുക്കണം. അപ്പോൾ ഞാനിടുന്ന ഇതുപോലത്തെ വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ടാറ്റാ, ബൈ ബൈ. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. നമ്മൾ പോണു ഗായ്സ്, വീട്ടിൽ പോണു ഗായ്സ്.